ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയ അറബി ഭാഷാ സ്നേഹികളെ, പ്രിയ പഠിതാക്കളെ, നമ്മൾ ഫേലുൽ അംറിനെ കുറിച്ചാണ് പഠിച്ചു വരുന്നത്. ആ ക്രിയകളെ സർഫ് ചെയ്യുന്ന രീതി, 6 ക്രിയകളെക്കുറിച്ച് കൃത്യമായി അർത്ഥസഹിതം പഠിച്ചു. അംർ ഫീല് ഉണ്ടാക്കുന്ന രൂപം, എങ്ങനെയാണ് അതിനെ ഉണ്ടാക്കുന്നത്, മുളാരിയായ ഫീലിൽ നിന്ന് കൽപ്പനക്രിയ ഏതെല്ലാം രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. 3 രീതിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ രീതി, മുളാരിയായ ക്രിയയുടെ മുളാറയത്തിൻ്റെ അക്ഷരങ്ങൾ കളയണം. മുളാറയത്തിൻ്റെ അക്ഷരം നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തു: ഹംസ, നൂന്, യാ, താ. ഈ മുളാറയത്തിൻ്റെ അക്ഷരം കളഞ്ഞതിന് ശേഷം ഉള്ള അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ തുടക്കത്തിൽ ഒരു വസിലിൻ്റെ ഹംസയെ അധികരിപ്പിക്കണം. വസിലിൻ്റെ ഹംസ നമുക്കറിയാം, ഹംസ 2 രീതിയിലുണ്ട്. ഖത്തയിൻ്റെ ഹംസ, വസിലിൻ്റെ ഹംസ, 6 രീതിയിൽ അത് എഴുതും. ഖത്തയിൻ്റെ ഹംസയാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അത് അലിഫിന് മുകളിൽ, അലിഫിന് താഴെ, വാവിന് മുകളിൽ, യായിന് മുകളിൽ സ്വതന്ത്രമായി. അതല്ലാതെ എഴുതുന്ന ഹംസ ഉണ്ട്, സ്വരമുള്ളതാണ് ഹംസ. ഈ ഹംസയെ മുളാരിയായ ഫീലിൻ്റെ മുന്നിൽ അധികരിപ്പിക്കും, മുളാരയത്തിൻ്റെ അക്ഷരം കളഞ്ഞതിന് ശേഷം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ്, ആ മുളാരയത്തിൻ്റെ അക്ഷരം കളഞ്ഞതിന് ശേഷം സുക്കൂനാണെങ്കിൽ അവസാനത്തിൽ സുക്കൂൻ കൊടുക്കാം. ഫീലിൻ്റെ ഐനിൻ്റെ സ്ഥാനത്ത് അവസാനത്തിന് മുമ്പിലുള്ള അക്ഷരത്തിന് ഫഅല, യഫ്അലു, യഫ്അലു ആണ് ഐൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പിലുള്ള ഹംസ ഐനിന് ഫത്തഹോ കെസറോ ആണെങ്കിൽ തുടക്കത്തിൽ വർദ്ധിപ്പിച്ച വസിലിൻ്റെ ഹംസക്ക് കിസർ കൊടുക്കണം. ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ജലസ, യജ്ലിസു. മുളാരയത്തിൻ്റെ അക്ഷരം കളയുമ്പോൾ ഇജ്ലിസു, ഒന്നാമത്തെ സ്റ്റെപ്പ് ആ യാഇനെ കളയലാണ്. തുടക്കത്തിൽ നിന്ന് തുടക്കത്തിൽ വസിലിൻ്റെ ഹംസയെ അധികരിപ്പിക്കുന്നു, അവസാനത്തിന് സുക്കൂൻ കൊടുക്കും. വർദ്ധിപ്പിച്ച ഹംസക്ക് ഫത്തഹോ കെസറോ ആണെങ്കിൽ അവസാനത്തിന് മുമ്പിലുള്ള അക്ഷരത്തിന്, ഇവിടെ ലാമിന് കെസറാണ്, അതുകൊണ്ട് വർദ്ധിപ്പിച്ച ഹംസക്ക് കെസർ കൊടുക്കും, അവസാനത്തിന് സുക്കൂൻ കൊടുക്കും. ഇങ്ങനെയാണ് ഇജ്ലിസ് എന്നാകുന്നത്. വേറൊരു പദം പരിശോധിക്കാം. ലഇബ, യൽഅബു. ഇവിടെ അവസാനത്തിന് മുമ്പിലുള്ള അക്ഷരത്തിന് ഫത്തഹാണ് മുളാരിയിൽ. മുളാരയത്തിൻ്റെ അക്ഷരം കളഞ്ഞു, വസിലിൻ്റെ ഹംസ വർദ്ധിപ്പിച്ചു, ശേഷം ആ ഹംസക്ക് കെസർ കൊടുത്തു, ഇൽഅബു, അവസാനത്തിന് സുക്കൂൻ കൊടുത്തു. ഇങ്ങനെയാണ് ഒരു രീതി. മറ്റൊരു രീതി, ഇത് നമുക്ക് കുറച്ച് ഫീലുകളിലൂടെ പരിശോധിക്കാം. നീ വായിക്കുക: ഖറഅ, യഖ്റഉ, ഇഖ്റഅ. നീ കേൾക്കുക: സമിഅ, യസ്മഉ, ഇസ്മഅ. ഇനി ഇതിൻ്റെ 6 ക്രിയ നമുക്ക് സർഫ് ചെയ്യാം. ഇസ്മഅ, ഇസ്മഅ, ഇസ്മഉ, ഇസ്മഇ, ഇസ്മഅ, ഇസ്മഇന. നീ അടിക്കുക: ളറബ, യളിരിബു, ഇളിരിബു. നീ ഇറങ്ങുക: നസല, യൻസിലു, ഇൻസിൽ. നീ പശ്ചാത്തപിക്കുക: ഇസ്തഗ്ഫറ, യസ്തഗ്ഫിറു, ഇസ്തഗ്ഫിർ. നീ ഒരുമിച്ച് കൂട്ടുക: ജമഅ, ഇജ്തമഅ, യജ്തമിഉ, ഇജ്തമി. ഇതാണ് ഒരു രൂപം. മറ്റൊരു രൂപം നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ രീതി, മുളാരിയായ ക്രിയയുടെ മുളാരയത്തിൻ്റെ അക്ഷരം കളയുക എന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുളാരയത്തിൻ്റെ അക്ഷരം നമ്മൾ പരിചയപ്പെട്ടു. ശേഷമുള്ള അക്ഷരത്തിന് സുക്കൂനാണെങ്കിൽ ഒരു വസിലിൻ്റെ ഹംസയെ തുടക്കത്തിൽ അധികരിപ്പിക്കണം. വസലിൻ്റെ ഹംസയും നമ്മൾ പരിചയപ്പെട്ടു. പിന്നീട്
അവസാനത്തിന് മുമ്പിലുള്ള അക്ഷരത്തിന്, അതായത് ഫഅല യഫ്അലു എന്ന ഐനിന് ലൊമ്മാണെങ്കിൽ തുടക്കത്തിൽ വർദ്ധിപ്പിച്ച ഫസലിൻ്റെ ഹംസക്ക് ലൊമ്മ് കൊടുക്കണം. ഉദാഹരണത്തിലൂടെ നോക്കാം. നസറ യൻസുറു, മുളാരത്തിൻ്റെ അക്ഷരം കളഞ്ഞു. അവസാനത്തെ അക്ഷരത്തിന് തൊട്ട് മുമ്പിലുള്ള അക്ഷരത്തിന് ലൊമ്മാണ് എങ്കിൽ വർദ്ധിപ്പിച്ച ഹംസക്ക് ലൊമ്മ് കൊടുത്ത് അവസാനത്തിന് സുക്കൂൻ കൊടുക്കലാണ്. അപ്പോൾ ഉൻസുർ. വേറൊരെണ്ണം നോക്കാം. കതബ യക്തുബു, മുളാരത്തിൻ്റെ അക്ഷരം കളഞ്ഞു, ശേഷം വസലിൻ്റെ ഹംസ അധികരിപ്പിച്ചു. അവസാനത്തിന് മുമ്പിലുള്ള അക്ഷരത്തിന് ലൊമ്മായതുകൊണ്ട് വർദ്ധിപ്പിച്ച വസലിൻ്റെ ഹംസക്ക് ലൊമ്മ് കൊടുത്ത് അവസാനം സുക്കൂൻ കൊടുക്കുന്നു. ഇങ്ങനെയാണ് അംർ ഫീൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് ഇൽ അബെന്ന് കാണാം, ഈ അലംന്ന് കാണാം, ഇജ്ലിസ്ന്ന് കാണാം, ഇൽ അബെന്ന് കാണാം. തുടക്കത്തിലെ വസലിൻ്റെ ഹംസക്ക് കെസർ, ചില ഹംസക്ക് ലൊമ്മായിരിക്കും. ഉക്തുബ്, ഉൻസുർ, ഉഖ്റുജ്, ഉൻദുർ, ഉസ്ജുദ്, സജദ യസ്ജുദ് ഉസ്ജുദ്, റക്കഅ യർകഉ ഇർകഅ. ഉസ്ജുദ് നീ സുജൂദ് ചെയ്യുക, ഇർകഅ നീ റുക്കൂ ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതി വളരെ സിമ്പിളാണ്. അത് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഈ രീതിയിൽ പരിശോധിച്ചതിന് ശേഷം നീ സഹായിക്കുവിൻ. നസറ യൻസുർ ഉൻസുർ. നീ എഴുതുവിൻ. കതബ യക്തുബു ഉക്തുബ്. നീ നോക്കുക. നളറ യൻളുറു ഉൻളുർ. നീ സുജൂദ് ചെയ്യുക. സജദ യസ്ജുദു ഉസ്ജുദ്. നീ നന്നാവുക. ഹസുന യഹ്സുനു വഹ്സുൻ. നീ ആരാധിക്കുക. അബദ യഅബുദു ഉഅബുദ്. ഖുർആനിൽ കാണാം ഉഅബുദ് റബ്ബക, നീ നിൻ്റെ നാഥന് ഇബാദത്തെടുക്കുവിൻ. അപ്പോൾ നേരത്തെ പഠിച്ചതിൽ ഇൽഅബ്, ഇജ്ലിസ്, ഇലം, ഇർകബ്, ഇർക എന്നൊക്കെയാണെങ്കിൽ ഇവിടെ തുടക്കത്തിലുള്ള ഹംസക്ക് വസലിൻ്റെ ഹംസക്ക് ലൊമ്മാണ്. ഉൻസുർ, ഉക്തുബ്, ഉൻദുർ, ഉസ്ജുദ്, വഹ്സുൻ, ഉഅബുദ്. ഇനി മൂന്നാമത്തെ രീതി വളരെ സിമ്പിളാണ്. മുളാരിയായ ക്രിയയുടെ മുളാരത്തിൻ്റെ അക്ഷരം കളയണം. ശേഷമുള്ളതിന് ഹർക്കത്താണെങ്കിൽ, മുളാരത്തിന് അക്ഷരം കളഞ്ഞതിന് ശേഷമുള്ള അക്ഷരത്തിന് ഹർക്കത്താണെങ്കിൽ അവസാനത്തിന് ഒരു സുക്കൂൻ കൊടുത്താൽ അംർ ഫീലായി. വസന യസിനു, മുളാരത്തിന് സിനു, സിൻ നീ അളക്കുവിൻ എന്നാണ്. അല്ലമ യു അല്ലിമു, അല്ലിം. അല്ലമ യു അല്ലിമു നീ പഠിപ്പിക്കുവിൻ എന്നാണ്. തഅല്ലമ യതഅല്ലം, തഅല്ലം നീ പഠിക്കുവിൻ. ഇങ്ങനെയും അംർ ഫീൽ ഉണ്ടാക്കാം. നീ പഠിപ്പിക്കുക. അല്ലമ യു അല്ലിമു അല്ലിം. തഅല്ലമ യതഅല്ലമു തഅല്ലം നീ പറയുക. ഖാല യഖൂലു ഖുൽ. ഖൂൽ എന്നായിരുന്നു അവസാനത്തിൽ സുക്കൂൻ, വാവിന് സുക്കൂൻ. അറബി ഭാഷയിൽ ഒരിക്കലും രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരില്ല. അപ്പോൾ ആദ്യം സുക്കൂൻ സ്വീകരിച്ച ഇല്ലത്തിൻ്റെ അക്ഷരമാണെങ്കിൽ അലിഫ്, വാവ്, യാ. ഇവിടെ വാവാണ്, ആ വാവിനെ കളയണം. അപ്പോൾ ഖൂൽ എന്നുള്ളത് എന്തായി? ഖുൽ എന്നായി മാറി. ഖാല യഖൂലു ഖുൽ. മുളാരത്തിന് അക്ഷരം കളയുമ്പോൾ ഖാഫിന് ലൊമ്മാണ്, അവസാനത്തിന് സുക്കൂൻ കൊടുക്കുമ്പോൾ ഖൂൽ എന്നായി. രണ്ട് സുക്കൂൻ അടുപ്പിച്ച് വരുന്നത് കൊണ്ട് ആദ്യത്തെ സുക്കൂൻ സ്വീകരിച്ച വാവിനെ കളഞ്ഞു ഖുൽ എന്നായി മാറി. നീ നന്നാക്കുക. അഹ്സന യുഹ്സിനു, അഹ്സിൻ യു അഹ്സിനു എന്നാണ്. അങ്ങനെയാണ് മുളാരത്തിൻ്റെ അക്ഷരം കളഞ്ഞപ്പോൾ അഹ്സിൻ. നീ ക്രമപ്പെടുത്തുക. റത്തബ യുറത്തിബു റത്തിബു നീ നിൽക്കുക. ഖാമ യഖൂമു ഖും. ഖൂം എന്നായിരുന്നു, ഇവിടെ വാവിന് സുക്കൂനായി, മീമിന് സുക്കൂനായി. അപ്പോൾ വാവിനെ കളഞ്ഞു ഖും എന്നായി. ഇങ്ങനെ മൂന്ന് രീതിയിലാണ് അംർ ഫീലിനെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രീതികൾ. നീ വായിക്കണം. ഇഖ്റ. നിങ്ങൾ രണ്ടുപേർ വായിക്കണം. ഇഖ്റ. നിങ്ങൾ വായിക്കണം. ഇഖ്റ ഊ. പെണ്ണിനോട് പറയുകയാണെങ്കിൽ ഇഖ്റ ഈ, നീ വായിക്കണം. സ്ത്രീനോടാണ്.
നിങ്ങൾ 2 സ്ത്രീകൾ വായിക്കണം. ഇഖ്റ, നിങ്ങൾ സ്ത്രീകൾ വായിക്കണം. ഇഖ്റഅന. കത്തബ എന്ന ഫീൽ കൂടി പരിശോധിക്കാം. കത്തബ യക്തുബു ദഹബ എന്ന ഫീൽ പരിശോധിക്കാം. ദഹബ അല്ല, ഇവിടെ അർത്ഥം മാറിപ്പോയി. ഉള്ളത് നമുക്ക് ഫീലിൻ്റെ അർത്ഥം എഴുതിയതിൽ മിസ്റ്റേക്കും. കത്തബ നീ എഴുതണം. ഉക്തുബ് നിങ്ങൾ 2 പേർ പോകണം. എങ്ങനെ പറയാ? ദഹബ യദ്ഹബു ഇദ്ഹബാ. നിങ്ങൾ വായിക്കണം. ഇഖ്റഊ നീ സ്ത്രീ ഇരിക്കണം. ഇജ്ലിസ് ഇജ്ലിസാ ഇജ്ലിസു ഇജ്ലിസീ നിങ്ങൾ 2 സ്ത്രീകൾ സഹായിക്കണം. ഉൻസുറാ നീ സ്ത്രീകളോട് കേൾക്കണം. ഇസ്മഅന നീ നോക്കണം. ഉൻദുർ നിങ്ങൾ 2 പേർ തിന്നണം. കുൽ എന്നാണ് പറയുക. അക്കല യഅ്കുലു എന്നതിനെ ഉക്കുൽ എന്നും പറയും, കുൽ എന്നും പ്രയോഗിക്കും. അവിടെ കുല എന്നാണ് പറയുക. നിങ്ങൾ കളിക്കണം. ഇൽ അബൂ നീ സ്ത്രീ പുറപ്പെടണം. ഉഖ്റുജി നിങ്ങൾ 2 സ്ത്രീകൾ വായിക്കണം. ഇഖ്റഅ നിങ്ങൾ പോകണം. സ്ത്രീകളോടാണെങ്കിൽ ഇദ്ഹബ്ന. ഇതാണ് അമ്രുഫീൽ പരിശീലിക്കാനുള്ള ക്രിയകളോടെ കൊടുത്തിട്ടുണ്ട്. 6 ക്രിയകൾ നിങ്ങൾ ഈ അർത്ഥങ്ങൾ മനസ്സിലാക്കി വായിച്ച് പഠിക്കുക. അതിനനുസരിച്ച് പ്രയോഗങ്ങളിൽ നിന്ന് കൃത്യമായ അർത്ഥങ്ങൾ വായിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇത് നേരത്തെ നമ്മൾ പരിശോധിച്ചതാണ് സൂറത്തുൽ കാഫിറൂൻ. ഇതിൽ അമ്രുഫീലുണ്ട്, മാദിയായ ഫീലുണ്ട്, മുളാരിയായ ഫീലുണ്ട്. അതുപോലെ ഈ 3 ക്രിയകളുണ്ട്. കുൽ ലാ അബുദു താബുദുൻ അബുദു എന്നുള്ള മുളാരിയാണ്. അബത്തും എന്നുള്ളത് മാദിയാണ്. അപ്പോൾ ഖുർആനിൽ നമ്മൾ നേരത്തെ പഠിച്ച മാദിയായ ഫീലുകൾ 14 രൂപം കടന്നു വരും. അബദ എന്നതിൻ്റെ അബത്തും എന്നിവിടെ കാണാൻ പറ്റും. യഅ്ബുദു എന്നുള്ളതിൻ്റെ അഅ്ബുദു എന്ന് കാണാൻ പറ്റും. ഖാല യഖൂലു ഖുൽ അമ്രുഫീൽ. അതിനെ 34 ഫീലുകൾ നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു. സൂറത്തുൻ നസ്റിൽ ഇവിടെ ജാ മാദിയായ ഫീൽ വന്നു, റഅയ്ത മാദിയായ ഫീൽ വന്നു, യദ്ഖുലൂന മുളാരിയായ ഫീൽ വന്നു, സബ്ബിഹ് ഇസ്തഗ്ഫിർ സബ്ബഹ യുസബ്ബിഹു സബ്ബിഹ്, ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു ഇസ്തഗ്ഫിർ. 2 അമ്ര ഫീൽ വന്നു, ഒരു മുളാരിയായ ഫീൽ, 2 മാദിയായ ഫീൽ. ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. കാന എന്നത് മാദിയായ ഫീലാണ്. 3 മാദിയായ ഫീലുണ്ട് സൂറത്തുൻ നസ്റിൽ. ഇനി ഖുർആൻ പാരായണത്തിൽ ഖുർആനിലെ ക്രിയകളെ മാലി മുളാരി അമ്ര തിരിച്ച് അതിൻ്റെ മാലിയുടെ 14 ഫോമിൽ, മുളാരിൻ്റെ 14 ഫോം, അമ്രിൻ്റെ 6 ഫോം, അങ്ങനെ 34 ഫീലുകൾ വ്യത്യസ്ത രീതിയിൽ വരുന്നത് കൃത്യമായി വായിക്കാനും പഠിക്കാനും നമുക്ക് കഴിയണം. ഏത് ഫീൽ കിട്ടിയാലും അതിനെ 3 അക്ഷരമുള്ള മാലിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിൻ്റെ 14 വികസിത രൂപം നമുക്ക് സർഫ് ചൊല്ലി മനസ്സിലാക്കാൻ കഴിയണം. അതിൻ്റെ മുളാരി എടുക്കാനും മുളാരിൻ്റെ 14 രൂപം സർഫ് ചെയ്യാനും കഴിയണം. അതോടൊപ്പം അതിൽ നിന്ന് അമ്ര ഫീല് രൂപപ്പെടുത്തി 6 ഫീലുകൾ അമ്ര പറയാനും കഴിയണം. ഏത് ക്രിയ കിട്ടിയാലും 34 ഫീലുകളിലേക്ക് അതിനെ മാറ്റുവാൻ, അതിൻ്റെ അർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയണം. ഇതാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.